പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. ആരാധനയോഗ്യനായ സ്വർഗ്ഗപിതാവേ, പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, പ്രിയപ്രഭാതത്തിനായി നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ആയുസ്സിലെ ഒരു ദിവസം കൂടെ നൽകിയതിനായി വേണ്ടി സ്തുതിക്കുന്നു. ഞങ്ങളെല്ലാവരും തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് നിന്നെ ആരാധിക്കാൻ ലഭിച്ച വലിയ ഭാഗ്യത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ശുശ്രൂഷമധ്യേ കടന്നു വന്നു അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന എല്ലാവരുടെയും നിന്റെ കരം കൂടിയിരിക്കണമേ. നിന്റെ അനുഗ്രഹത്താൽ എല്ലാവരെയും നിറയ്ക്കണമേ. കർത്താവേ, ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണമെന്നും അവിടുത്തെ വാഗ്ദത്തം ചെയ്യിക്കാൻ സ്തുതിക്കുന്നു. നിന്റെ വചനപ്രകാരം ആത്മാവിലും സത്യത്തിലും നിന്നെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ ആവശ്യമായ ദൈവകൃപ ഞങ്ങളിൽ പകരണമേ. ഈ ശുശ്രൂഷ ആദ്യം അവസാനവരെയും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നയിക്കുകയും മഹത്വം അങ്ങെടുക്കുകയും ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമ മഹത്വത്തിനായി ഗീതം 180 ഗീതം പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇദ്ദേഹം ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ ഉയർന്ന് തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും.
കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. തൃത്വത്തിന് സ്തുതി. സൈനികമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും മഹത്വം നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുക്കാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന സ്തോത്രങ്ങൾ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനം സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ മാത്രമാകുമല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയവരങ്ങൾ ഞങ്ങളുടെ മേൽ പകരണമേ. വിശുദ്ധമായ സമയം ദൈവകാര്യങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തികയ്ക്കേണ്ടതിനും ഞങ്ങളെ ബുദ്ധി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയാൽ നമ്മുടെ പാപങ്ങൾ നാം ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതി പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യൻ അല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. ഈ സമയം വരെ നമ്മെ കണ്ട് കൃഷിയോടെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ മുമ്പിൽ വിനയമായി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ദൈവം ആത്മാവിനെ ദൈവകരങ്ങളിലേക്ക് ചോദിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കുറവുകളെയും കുറ്റങ്ങളെയും മനഃപൂർവ്വമായി സർവശക്തനായ ദൈവത്തോട് നമുക്ക് ഏറ്റു പറയാം. നമ്മുടെ ജീവിതയാത്രയിൽ വന്നുപോയ എല്ലാ വീഴ്ചകളെയും കുറവുകളെയും നമുക്ക് ഓർക്കാം. ദൈവത്തിൻ്റെ കൽപ്പനകൾ നാം അനുസരിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞും അതിന് പ്രകാരം പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ വാക്കിലും ചിന്തയിലും പ്രവർത്തനങ്ങളിലും അറിഞ്ഞും അറിയാതെയും നമ്മുടെ എല്ലാ വീഴ്ചകളെയും കുറവുകളെയും മനഃപൂർവ്വമായി സമ്മതിച്ചു കഴിയും. ദൈവത്തിൻ്റെ തിരുസന്നിധി വിനയമുള്ള ഹൃദയത്തോടെ നമുക്ക് നമ്മുടെ പാവങ്ങളെ ഏറ്റു പറയാം. രണ്ടാമത്തെ പാവസ്വീകാര പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ ജ്ഞാനത്തിലും വാക്കിലും പ്രവൃത്തിയിലും നിർബന്ധമായി പാപിച്ചിരിക്കുന്നു. സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങൾക്ക് സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് തന്നെ ഉണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷത്തിൽ ജയിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണം.
ആശംസിക്കുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്താനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. കർത്താവിനെ സ്തുതിപ്പിൻ. ഇവിടെ ഒന്നാം പാഠം അവസാനിച്ചിരിക്കുന്നു.
ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. തമ്മിലിണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരൂശലേമേ, അവിടെ ന്യായാസനങ്ങൾ ദാവീദ് ഗൃഹത്തിൽ ന്യായാസനങ്ങൾ തന്നെ ഇരിക്കുന്നു. നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സ്വൈര്യവും ഉണ്ടാകട്ടെ. നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഞാൻ അന്വേഷിക്കും. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണവിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം നോക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുകയും നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും വീതിയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഇങ്ങനെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ലേഖനഭാഗം വായിച്ചു കഴിഞ്ഞു. Lord,
നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതും തന്നെ. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിൽ ആകുവാനും ഞാൻ അവരിൽ ആകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. നാം കേട്ടത് സുവിശേഷം. ആമേൻ. അല്പസമയത്തിൽ വചനം ധ്യാനിക്കുമ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ നൽകി ഞാൻ അനുഗ്രഹിക്കണം.
വചനം കേൾക്കുന്നവരായി മാത്രമല്ല, വചനം കേട്ട് വചനപ്രകാരം ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ആവശ്യമായ ദൈവകൃപ ഞങ്ങളിൽ എല്ലാവരും പകരണമേ. വചനം സംസാരിക്കുന്ന അടിയനെയും കേൾക്കുന്ന ഞങ്ങളിൽ ഒന്നുപോലെ അനുഗ്രഹിക്കണം. മഹത്വം അങ്ങെടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സർവ്വശക്തനും നിത്യനുമായ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പുതിയ വിഭാഗത്തിൽ ദൈവസഭയിൽ കടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തുള്ള സ്നേഹം അറിയിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഈ ആരാധനയിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളിലൂടെ ഈ ശുശ്രൂഷ കാണുകയും ഈ ആരാധന പങ്കാളികളാകുന്ന പ്രിയ മക്കളെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യും, സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ന് നാം നിൽക്കുന്ന സഭയാകെ CSI സഭയുടെ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ ബർത്ത്ഡേയാണ്. 73ാമത്തെ ബർത്ത്ഡേയാണ് നാം ഇന്ന് ആചരിക്കുന്നത്. സെപ്റ്റംബർ മാസം 27-ാം തീയതിയാണ്. 1947 സെപ്റ്റംബർ 27-ാം തീയതി ആണ് ഈ സഭ രൂപീകരിക്കപ്പെട്ടത്. ചെന്നൈ സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയിൽ വെച്ചാണ് അത് രൂപീകരിക്കപ്പെട്ടത്. അതിന്റെ പ്രഖ്യാപനം നടത്തുന്നത് കേരളത്തിലെ ആദ്യത്തെ ആംഗ്ലിക്കൻ ബിഷപ്പായിരുന്ന ബഹുമാനമുള്ള ജേക്കബ് തിരുമേനി ആയിരുന്നു എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ CSI സഭ എന്ന് പറയുമ്പോൾ ഐക്യ സഭയുടെ ഒരു കൂട്ടായ്മയാണ് CSI സഭ എന്ന് പറയുന്നത്. അത് അവർ ഇന്നും ഐക്യത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഭയാണ് CSI സഭ എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനമുണ്ട്. 1910 മുതൽ ഇതിന്റെ ഐക്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ബിഷപ്പായിരുന്ന ബിഷപ്പ് അസ്തരിയയുടെ നേതൃത്വത്തിലാണ് അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ ആരംഭിച്ചത്. പ്രസ്ബിറ്റേറിയൻ സഭയിലുള്ളവരെയും മെത്തഡിസ്റ്റ് സഭയിലുള്ളവരെയും കോൺഗ്രിഗേഷൻ സഭയിലുള്ള ആളുകളെല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു ഐക്യത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച അവിടെ ആരംഭിച്ചു. ധാരാളം മിഷണറി സമൂഹങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. വിദേശത്തു നിന്ന് വന്നവരൊക്കെയും അവരുടെ പാരമ്പര്യങ്ങൾ അനുസരിച്ചാണ് ഇവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. വിവിധ പാരമ്പര്യങ്ങളുള്ള എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അവരുമായിട്ട് സംസാരിച്ചു. ഇന്ത്യ മഹാരാജ്യത്തിലെ സുവിശേഷം അറിയിക്കണമെങ്കിൽ ഐക്യത, നാം ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് ഏറെ പ്രധാനമാണ് എന്ന് ബിഷപ്പ് അസരിയ അവരോടുകൂടെ സംസാരിച്ചു. ആ വാക്കുകൾ അന്ന് ഫലിച്ചു. ഏറെ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു സഭ രൂപാന്തരപ്പെട്ടത് എന്ന് നമുക്കറിയാം. 1910 അത് ആരംഭിച്ചെങ്കിൽ ഏറെ 40 വർഷക്കാലത്തിന്റെ ആ സംസാരത്തിലൂടെയും കൂട്ടായ്മയിലൂടെയും വരുതലിലൂടെയും കൂടിയാണ് സാധ്യമായത് എന്നറിയാം. പ്രിയമുള്ളവരെ, ഇന്ന് CSI സഭയിൽ പ്രധാനമായിട്ടുള്ള 4 സഭകൾ ഉണ്ടായിരുന്നു. 4 വിവിധ പാരമ്പര്യങ്ങളുള്ള 4 സഭകൾ ഉണ്ടായിരുന്നു. 1 ആംഗ്ലിക്കൻ സഭ, 2 പ്രസ്ബിറ്റേറിയൻ സഭ, 3 മെത്തഡിസ്റ്റ് സഭ, 4 കോൺഗ്രിഗേഷണൽ സഭ. ഇങ്ങനെ 4 പാരമ്പര്യമുള്ള സഭകൾ. ഈ 4 പാരമ്പര്യമുള്ള സഭകളും വിദേശത്ത് നിന്ന് വന്ന ആളുകൾ അവരവിടെ എങ്ങനെയായിരുന്നോ ആ രീതിയിലാണ് ഇവിടെയും സഭയെ വളർത്തിയത് എന്ന് നമുക്കറിയാം. എന്നാൽ ഇന്ത്യ സാമ്രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് സഭയുടെ ഐക്യം പ്രധാനമെന്ന് കരുതിയപ്പോഴാണ് ഈ ചിന്ത നമുക്ക് ഉണ്ടായത് എന്നറിയാം. ആദ്യമുണ്ടായ കൂട്ടായ്മ ഇതാണ്. പ്രസ്ബിറ്റേറിയൻ സഭകളും കോൺഗ്രിഗേഷൻ സഭകളും ചേർന്ന് SIUC, സൗത്ത് ഇന്ത്യൻ യുണൈറ്റഡ് ചർച്ചസ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ അവരുണ്ടാക്കി. അവർ ഒരുമിച്ച് പ്രവർത്തിക്കാനായി തുടങ്ങി. അതിനുശേഷമാണ് ഇങ്ങനെയുള്ള വലിയൊരു കൂട്ടായ്മയിലേക്ക് അവർ കടന്നു വന്നത്. അവരെ കൂടി വന്നപ്പോൾ അന്ന് തിരഞ്ഞെടുത്ത ഒരു ആപ്തവാക്യമാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം നാം വായിച്ചത്. ഉള്ള സത്യങ്ങൾ നമുക്കറിയാം. അവിടെ കർത്താവ് പറയുന്നത്, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയക്കുന്നു. കർത്താവിന്റെ അത് ഹൃദയത്തിലും ആഗ്രഹം ഇതാണ്, നാം പിതാവും പുത്രനും പരിശുദ്ധാത്മാ ദൈവം ഒന്നായിരിക്കുന്നത് പോലെ അവരെല്ലാവരും നമ്മിൽ ഒന്നായിരിക്കണം എന്നുള്ള ഏറെ ആഗ്രഹമാണ് പിതാവായ ദൈവത്തിനും കർത്താവായ യേശു ക്രിസ്തുവിനും ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് കർത്താവ് തന്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. തന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോകേണ്ട നാഴിക വന്നപ്പോൾ ശിഷ്യന്മാരുമായിരുന്ന് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്. അതിൽ പറയുന്ന 21-ാം വാക്യമാണ് ആപ്തവാക്യം. അതിൽ പറഞ്ഞിരിക്കുന്നത്, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന്
ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ഒന്നാകേണ്ടതിന് തന്നെ. പിതാവേ നീ എന്നെ അയച്ചിരിക്കുന്നത് പോലെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടത്. പിതാവേ അവരെല്ലാവരും ഒന്നാകേണ്ടതിനും പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവരും നമ്മിൽ ഒന്നാകേണ്ടതിന് തന്നെ എന്നുള്ളതാണ് കർത്താവിന്റെ പ്രാർത്ഥന. അവിടുന്ന് ചുരുങ്ങിയ വാക്കുകൾ എടുത്തിട്ടാണ് CSI എംബ്ലത്തിൽ വെച്ചിരിക്കുന്നത്. They all may be one. That they all may be one. അതായത് നാം എല്ലാവരും ഒന്നായിരിക്കണം. അവർ നാം ഒന്നായിരിക്കുന്നത് പോലെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ എല്ലാവരും ഒന്നായി ഇരിക്കണം എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. സഭയുടെ രണ്ടാമത്തെ പെന്തേക്കോസ്റ്റൽ ഡേ ആയിരുന്നു CSI സഭയുടെ രൂപീകരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പല രീതിയിലുള്ള ആളുകൾ ഒരുമിച്ച് കൂടിയാണ് അന്ന് ഈ സഭ രൂപീകരിക്കുക. ഇന്ന് 24 മഹാ ഇടവകളുണ്ട്. തമിഴ്നാട്ടിലും അതുപോലെ കേരളത്തിലും തെലുങ്ക് ദേശത്തിലും അതുപോലെ കന്നഡയിലുമായിട്ട്. ഇതിൽ മെയിനായിട്ട് 4 ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട്. തമിഴ് ആളുകൾ തമിഴ് ഭാഷയും, മലയാള നാട്ടിലുള്ളവർ മലയാള ഭാഷയും, തെലുങ്ക് നാട്ടിലുള്ളവർ തെലുങ്കും, അതുപോലെ ആന്ധ്രയിലുള്ളവർ തെലുങ്കും, കന്നഡ രാജ്യത്തിൽ കന്നഡ ഭാഷയും സംസാരിക്കുന്ന മെയിനായിട്ടുള്ളത്. പൊതുവില് എല്ലാവരും സംസാരിക്കുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് ഭാഷ. അതിന്റെ കൂടെ പല ചെറിയ പുതിയ മിഷൻ ഫീൽഡുകളെല്ലാം കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ ചെറിയ വേറെ ഭാഷകൾ ഉണ്ടായിരുന്നു. ആ ഭാഷകളിലും വേദപുസ്തകം പ്രിന്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്കറിയാം. അങ്ങനെ 24 മഹാട് തുടങ്ങുമ്പോൾ 6 മഹാടുകളാണ് ഉണ്ടായിരുന്നത്. ഇന്ന് അത് 24 മഹായിടവുകളായി വളർന്നിരിക്കുന്നു എന്ന് പറയണം. ആ വളർച്ച ഇന്നും സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുക എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ പദ്ധതി, ഇത് പുതിയ നിയമത്തിലെ ദൈവത്തിനായ യേശു ക്രിസ്തുവിന്റെ വചനങ്ങളാണ് ഇവിടെ നാം വായിച്ചത്. നാം ഒന്നായിരിക്കുന്നത് പോലെ നമ്മിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഒന്നായിരിക്കണം. ഇന്ന് നമ്മളെ കണ്ടിട്ട് ലോകത്തിലുള്ള പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് എത്ര സഭകളുണ്ട്, എത്ര നേതാക്കന്മാരുണ്ട്, എത്ര വിഭാഗമുണ്ട്, അത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പലപ്പോഴും എത്ര വിഭാഗമുണ്ട്, എത്ര പിരിവുകളുണ്ടെന്ന് നമുക്ക് പോലും ചെയ്യാൻ പറ്റില്ല. എത്ര ഗ്രൂപ്പുകളാണ് ഉണ്ടെന്ന് പോലും നമുക്ക് പോലും പറയാൻ പറ്റില്ല. അത്രമാത്രം സഭ വളർന്നുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം. എന്നാൽ ഐക്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അന്ന് 1947 ആരംഭിച്ച CSI സഭയുടെ ഐക്യം ഇന്നും നിലനിൽക്കുന്നു. ജാഫ്നയിലും ഒരു മഹാ ഇടവ നമുക്ക് വേണ്ടിയുണ്ട്. കൂടുതലും തമിഴ് സംസാരിക്കുന്ന ആളുകളാണ്. കൂടെ ചെറിയ സിംഗളം സംസാരിക്കുന്ന ആളുകളും ആ സഭയിൽ പങ്കാളികളുണ്ട്. അങ്ങനെ അനേക സഭകളെ ദൈവം നമുക്ക് തന്നു. ആ കൂട്ടായ്മ ഇന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ പഴയ നിയമത്തിൽ എസേക്കിയേൽ പുസ്തകം നാം ഒന്ന് വായിച്ചതാണ്. അവിടെ ദൈവിക പദ്ധതിയെ കുറിച്ച് പറയുന്ന ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. ആ പദ്ധതി എസേക്കിയേൽ പ്രവാചകനെ വിളിച്ചിട്ട് ദൈവം പറയുകയാണ്, എന്റെ ഒരു പദ്ധതി ഉണ്ട്, ആ പദ്ധതിയെ നീ നിറവേറ്റണം. ഇസ്രായേൽ ജനങ്ങളെ കുറിച്ചുള്ള പദ്ധതിയാണ്. അവർ മുമ്പേ ഒരു കൂട്ടമായിരുന്നു, ഇപ്പോൾ അവർ തിരിഞ്ഞുപോയിരിക്കുന്നു, തമ്മിൽ വഴക്കുണ്ടാക്കുന്നു, തമ്മിൽ യുദ്ധം ചെയ്യുന്നു. എന്നാൽ എന്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ യഹൂദരും ഇസ്രായേൽ ജനങ്ങളും ഒന്നായി തീരണമെന്നാണ് എന്റെ പദ്ധതി എന്ന് കർത്താവ് പറയും. ദൈവ പദ്ധതിയിൽ പങ്കുചേരുക, അതില് നാം ഐക്യത്തിൽ വളരണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എസേക്കിയേൽ 37 അധ്യായം 15 മുതൽ 23 വാക്യങ്ങളാണ് നാം ഇന്ന് വായിച്ചത്. സാലോമൻ രാജാവിന്റെ മരണശേഷം സാലോമൻ രാജാവിന്റെ മരണശേഷം അവന്റെ മകനായ രെഹോബോയാം തന്റെ കാലഘട്ടത്തിൽ വടക്ക് രാജ്യങ്ങൾ ചേർത്ത് ഇസ്രായേൽ എന്നും രാജ്യമുണ്ടാക്കുകയും യെരോബിയാമിനെ രാജാവാക്കി യഹൂദ എന്ന തെക്കേ രാജ്യവും ഉണ്ടായി. അങ്ങനെ പരസ്പരം ഐക്യതയും അകൽച്ചയും വർദ്ധിക്കുകയും ചെയ്തു. ദൈവം ആ അകൽച്ച കണ്ട് വേദനിപ്പിച്ചു. സഹോദരങ്ങളായിരുന്ന ഒരു കുടക്കിൽ ഇരുന്ന ജനങ്ങൾ തമ്മിൽ പിരിഞ്ഞു ഇങ്ങനെ വേറിട്ട് പോയി. കാരണം സലോമോൻ രാജാവിന്റെ യുക്തിയും ബുദ്ധിയും അവന്റെ പ്രവർത്തനങ്ങളും നന്നായിരുന്നു. അവന്റെ മകന്റെ കാലത്തിൽ അവൻ ചെയ്തത്, ജനങ്ങളെല്ലാം വന്ന് പറഞ്ഞു,
ഞങ്ങൾ പീഡനവും വേദനയും അയച്ച് സഹിച്ചുപോയി. നീ ഞങ്ങളെ കൊണ്ട് സഹിക്കാൻ വയ്യ, നീ ഞങ്ങളോട് മത്സരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചെറിയ യുവാക്കളുടെ അവന്റെ പ്രായമുള്ള കൊച്ചുമക്കളുടെ ആലോചന കേട്ടിട്ട് പറഞ്ഞു, എന്റെ അപ്പനെ പോലെ അല്ല, എന്റെ അപ്പന്റെ ചുണ്ടുവിരൽ എങ്ങനെ ഇരുന്നു അതുപോലെ എന്റെ ഇരിക്കും എന്റെ തെരുവിരൽ അതിനെക്കാളും എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോൾ അവർക്ക് മനസ്സ് തകർന്നു. അങ്ങനെ അവർ പിരിഞ്ഞു പോയതായിട്ട് അറിയാം. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി അങ്ങനെയല്ല. നിങ്ങൾ പിരിഞ്ഞു, തെക്കേ രാജ്യവും വടക്കേ രാജ്യവുമായി യഹൂദന്മാരും ഇസ്രായേൽ ജനങ്ങൾ പിരിഞ്ഞു ചിരിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടമല്ല. നിങ്ങൾ ഒന്നായി തീരണം. അതുകൊണ്ട് പ്രവാചകനോടുകൂടെ പറയുകയാണ്, നീ 2 കോൽ എടുക്കണം. ഒരു കാലിൽ നീ ഒരു കോൽ എടുത്ത് അതിന്മേൽ യഹൂദർക്കും അവനോട് ചേർന്ന് നിൽക്കുന്ന ഇസ്രായേൽ മക്കൾക്കും എന്ന് എഴുതി വെക്കണം. 2 കോലിൽ ഒരു കോല് എഴുതി വെക്കണം. നീ അതിന്മേൽ യഹൂദനും അവനോട് ചേർന്ന് നിൽക്കുന്ന ഇസ്രായേൽ മക്കൾക്കും എന്ന് എഴുതി വെക്കണം. അതിന്മേൽ വേറൊരു കോൽ എടുത്ത് അതിലെന്താ എടുത്ത് മറ്റൊരു കോൽ എടുത്ത് അതിന്മേൽ എഫ്രായിമിന്റെ കോലായ യോസേഫിനും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗ്രഹത്തിന് ഒക്കെയും എന്ന് എഴുതി വെക്കണം. ഒന്നില് അവരെ എഴുതി വെക്കണം യഹൂദയ്ക്കെന്നോ, വേറെ ഒന്നില് ഇസ്രായേൽ ഗ്രഹത്തിനും എഴുതി വെക്കണം. എന്നാൽ നീ എന്ത് ചെയ്യണം? അവർ കാണേണ്ട ഒരു കാര്യം ചെയ്യണം. നീ കൊണ്ടുപോകുമ്പോൾ 2 കോൽ ഒരുമിച്ച് കൊണ്ടുപോകണം. പിന്നെ നീ അവയെ ഒരു കോലായി ഒന്നോടൊന്ന് ചേർക്ക, അവ നിന്റെ കയ്യിൽ ഒന്നായി തീരും. നീ കാണുക 2 കോലയും ഒന്നോടൊന്ന് ചേർക്കണം, അത് നിങ്ങളുടെ കയ്യിൽ ഒന്നായി തീരും. താല്പര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇതിന്റെ അർത്ഥം എന്താണ്, ഇതിന്റെ താല്പര്യം എന്താണെന്ന് ജനം ചോദിച്ചാൽ, ഇസ്രായേലും യഹൂദയും ദൈവത്തിന്റെ കയ്യിൽ ഒന്നായി തീരും. ഇസ്രായേലും യഹൂദയും ദൈവത്തിന്റെ കയ്യിൽ ഒന്നായി തീരും. ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ചിതറിക്കിടക്കുന്നവരെ 4 വശങ്ങളിൽ നിന്നും ദിക്കുകളിൽ നിന്നും കൂട്ടിച്ചേർത്ത് ദേശത്തിലേക്ക്, സ്വന്തം ദേശത്തിലേക്ക് കൊണ്ടുവരികയും കർത്താവിന്റെ പദ്ധതിയാണ്. ഞാൻ അവരെ ദേശത്ത് ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഏക ജാതിയാക്കും. ഞാൻ അവരെ ദേശത്ത് ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഏക ജാതിയാക്കും. ഒരേ രാജാവായിരിക്കും. അവർ ഇനി 2 ജാതിയായി ഇരിക്കയില്ല, 2 രാജ്യമായി ഇരിക്കുകയുമില്ല. ഞാൻ അവരെ രക്ഷിച്ച് ശുദ്ധീകരിക്കും. അങ്ങനെ അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. അങ്ങനെ അവർ എനിക്ക് ഒരു ജനമായിരിക്കും. ഇനി കൂടുതൽ കാലം അവർ 2 ആയിരിക്കില്ല, ഒന്നായിരിക്കും. ആദ്യം എങ്ങനെയിരുന്നോ അതുപോലെ അവർ ഒന്നായി തീരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായിരിക്കും. ഇതാണ് താല്പര്യം. 2 പിരിഞ്ഞിരുന്നവരെ ഒന്നാക്കുന്നതാണ് ദൈവത്തിന്റെ പദ്ധതി. എന്നാൽ ഇങ്ങനെയുള്ള ദൈവത്തിന്റെ രക്ഷണീയ പദ്ധതി ആണ് അങ്ങ് നാം കാണുന്നത്. പദ്ധതി രക്ഷണീയ പ്രവർത്തനത്തിന് പങ്കാളികളാകുവാൻ ദൈവം നമ്മെ ആഗ്രഹിക്കണം. ദൈവത്തിന്റെ രക്ഷണീയ പദ്ധതി എന്ന് പറയുന്നത് എല്ലാവരും ഒന്നു ചേർത്ത് ഒരുമിച്ച് ദേശത്തിന് സുവിശേഷം അറിയിക്കണം എന്നുള്ളതായിരുന്നു. എന്നാൽ ഇതോടെ ചേർന്ന് നിൽക്കാൻ കഴിയാത്ത അറിയാം. CMS-ലെ ചില സഭകളിൽ ചില ആളുകൾ മാറിപ്പോയി, ബെഥനിസ്റ്റിലെ ചില ആളുകൾ മാറിപ്പോയി. ഭൂരിപക്ഷം ആളുകളും ഈ CSA എന്ന് പറയുന്ന ഐക്യത്തിലേക്ക് വന്ന മറ്റാളുകൾ പിരിഞ്ഞുപോയി. പിരിഞ്ഞവരിൽ പലരും ഇപ്പോൾ കൂട്ടായ്മയിൽ പങ്കാളികൾ താല്പര്യപ്പെടുന്നു. എന്നാലും ഇതുവരെ അത് സാധിച്ചിട്ടില്ല. ആരാധനയിൽ ഒരുമിച്ച് പങ്കുചേരണം എന്നാണ് പറയുന്നത്. കർത്താവ് പറഞ്ഞു, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം എന്നാണ് പറയുന്നത്. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. കർത്താവ് സമാരിയ സ്ത്രീയോട് പറഞ്ഞു, അവള് പറഞ്ഞു, ഞങ്ങളുടെ ഭക്തന്മാർ ഇവിടെയാണ് ആരാധിച്ചത്, അവർ വിഗ്രഹങ്ങളെ ആരാധിച്ചു വന്നു. യഹൂദന്മാർ യെരൂശലേമിൽ ആരാധിക്കുന്നു, അവർ ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നു. കർത്താവ് പറഞ്ഞു, അങ്ങനെയല്ല, ഇവിടെയും അവിടെയും അല്ല, എല്ലാവരും എല്ലാ സ്ഥലത്തും ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലം. വിശ്വാസികൾ തമ്മിൽ കൂടി വേറുപാട് വ്യത്യാസമില്ലാതെ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തൊക്കെയും ദൈവം ഉണ്ട്. എവിടെ കൂട്ടായ്മയുണ്ടോ, എവിടെ ഐക്യത ഉണ്ടോ, അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. അവിടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, അന്ന് 1947 CSC സഭ ഇങ്ങനെ വേറിട്ട് 4 പാരമ്പര്യങ്ങളുള്ള സഭയോട് കൂടെ മറ്റു പല സഭയും ചേർന്നു ഒന്നായി ചേർന്നെങ്കിൽ
ഇന്ന് CSI സഭയിലും കൂടെ വേറെ പല ഐക്യതയും ഉണ്ടായിരിക്കുന്നു. CNI സഭയില് മുഴുവൻ കൊടുക്കുന്നവരുണ്ടായിരുന്നു. ബാപ്റ്റിസ്റ്റുകാരുടെ പല സഭകളും. ഇതിനേക്കാളും വലിയൊരു കൂട്ടായ്മയാണ് CNI സഭ ഉണ്ടായിരിക്കുന്നത്. ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ. അവിടെ CNI സഭയിലും ഇത് CSI ഉണ്ടായതിനു ശേഷം അടുത്തൊരു കൂട്ടായ്മ ഉണ്ടത് CNI സഭയാണ്. വടക്കേ ഇന്ത്യയിലുള്ള എല്ലാ സഭകളും ചേർന്ന് ഒരു കൂട്ടായ്മയുണ്ട്, ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ എന്ന് വിളിക്കപ്പെടുന്നതാണ്. എന്നാൽ ഇന്ന് രണ്ട് സഭകളിലും അതോടുകൂടെ ചേർന്ന് മറ്റ് സഭകളിലും നമുക്കുണ്ടായിരിക്കുന്നത് ക്രിസ്ത്യൻ കൗൺസിൽ ഓഫ് കേരള എന്ന് നമുക്കൊരു സംഘടന ഉണ്ടായി. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെല്ലാം ചേർന്ന് കേരളത്തിൽ ഒരു കൂട്ടായ്മ ഉണ്ടായി. അത് ഇപ്പോഴും നിലനിൽക്കുന്നതായിട്ട് നമുക്കറിയാം. അത് അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ CSIക്കാരും മാർത്തമക്കാരും അതുപോലെ CNIക്കാരും കൂടെ ചേർന്ന് ഒരു വലിയൊരു കൂട്ടായ്മ ഉണ്ടാക്കണമെന്ന് താല്പര്യപ്പെട്ടു. ചില നേതാക്കന്മാർ അതിനുവേണ്ടി ആഗ്രഹിച്ചു. അങ്ങനെ ഒരു കൂട്ടായ്മ, അതിനുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നേതൃത്വം വഹിക്കുന്നത് CSI സഭയാണ്. അങ്ങനെ മാർത്തോമയില് വർഷത്തിൽ 1-2 പ്രാവശ്യം കൂടിയിരുന്നു. എങ്ങനെ നമുക്ക് ഒരുമിച്ച് ചേരാം എന്ന് അവർ ചർച്ച ചെയ്യുന്നു. എന്നാൽ പലപ്പോഴും ഒന്നു ചേരാൻ കഴിയാതിരിക്കുന്നത് വിശ്വാസികളുടെ കുറ്റമല്ല, നേതാക്കന്മാർക്കുള്ള തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നതിൽ ഒരിക്കലും സംശയമില്ല. എന്ന് നമുക്കറിയാം, യാക്കോബ് സഭയും ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള യുദ്ധം. എന്നാൽ പാവപ്പെട്ട വിശ്വാസികൾക്ക് ആർക്കും അതിനോട് പങ്കില്ല. കുറച്ചു പേർക്ക് മാത്രമേ പങ്കുള്ളൂ. എന്നാൽ അതിനെ ഭരിക്കുന്ന നേതാക്കന്മാർക്ക് അവർ വിചാരിക്കുന്നതെല്ലാം തങ്ങളുടെ കൊടി കീഴിലാക്കണമെന്ന്. അധ്വാനിച്ചുണ്ടാക്കിയ സഭകൾ ഒരു കുടുംബത്തിന് വേണ്ടി ഒരു സംഘത്തെ മുഴുവനും കളയാൻ തക്കോളം ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണ് പ്രിയമുള്ളവര്, ഐക്യത എന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ചെറിയ സഭയിൽ തന്നെ എത്ര ഗ്രൂപ്പിസമാണ് ഉണ്ടാകുന്നത്. കൂട്ടായ്മയ്ക്ക് എതിരായി നിൽക്കുന്ന എന്തെല്ലാം പ്രവർത്തനങ്ങളാണ്. കാരണം ഒരു ദൈവത്തിന്റെ പദ്ധതിയെയും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സമൂഹമാണ് ഇന്ന് നമുക്കുള്ളത്. എന്നാൽ എല്ലാം ആഗ്രഹിക്കുന്നത് ചർച്ച് ഓഫ് ഇന്ത്യ എന്നുള്ളത് ഒരു സഭയായിട്ട് മാറണം. ഇന്ത്യ മുഴുവനും ഒറ്റ സഭയായി മാറണം ആഗ്രഹിക്കും. ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ഇന്ത്യ എന്ന് വിളിക്കപ്പെടുന്ന ഒരു സഭയായി മാറണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഇന്ന് അവർ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു സംഭാവനയാണ് WCC, വേൾഡ് ക്രിസ്ത്യൻ കൗൺസിൽ എന്ന് പറയുന്നത്. കാരണം എല്ലാ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഒന്നായി തീരണം എന്നാണ് അതിന്റെ ആഗ്രഹം. അതുകൊണ്ട് എല്ലാ സഭകളും ഈ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഒരു കൂട്ടായ്മയാണ് വേൾഡ് ചർച്ച് കൗൺസിൽ എന്ന് പറയുന്നത്. അതിലും നേതൃത്വമാക്കി പലപ്പോഴും നമ്മുടെ സഭയുടെ പിതാക്കന്മാരായിരുന്നു, അതിന്റെ നേതാക്കന്മാരായിരുന്നു. അതിനെ ഓർത്ത് നന്ദിയോടുകൂടെ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ കൂട്ടായ്മയ്ക്ക് വിത്തിട്ടത് എവിടെയാണ്? ആദ്യ നൂറ്റാണ്ടിൽ നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ സംഭവിച്ചത്. ബാബേൽ ഗോപുരം, അവിടെ ബാബേൽ ഗോപുരം ഉണ്ടാക്കിയ ഒരു യൂണിറ്റ് ഉണ്ടാക്കുവാൻ മനുഷ്യൻ ആഗ്രഹിച്ചെങ്കിൽ അവിടെ വെച്ച് എല്ലാവരും ചിതറിപ്പോയി. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എല്ലാവരും അത് ഒരുമിച്ച് കൂടി. അന്ന് പലരും സംസാരിച്ചത് മറ്റുള്ളവർക്ക് മനസ്സിലായില്ല. എന്നാൽ ഇവിടെ ദൈവാത്മാവ് സംസാരിച്ചപ്പോൾ എല്ലാവർക്കും വാസ്തവമായി മനസ്സിലായി എന്ന് നമുക്കറിയാം. അതിലെ സഭകൾ തമ്മിലുള്ള ആ കൂട്ടായ്മ, അതാണ് നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ ഒരു പെന്തക്കോസ്തായിരുന്നു CSI സഭയുടെ കൂട്ടായ്മ. മറക്കരുത്. എഫെസ്യർക്ക് ലേഖനം 4:1-6 വരെ നാം വായിച്ചല്ലോ. അവിടെ പറഞ്ഞൊരു വാക്ക് കർത്താവ് പറഞ്ഞു, ചുരുക്കമായിട്ട് പറട്ടെ. ഏക പ്രത്യാശയ്ക്ക് വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒന്ന് എന്നുള്ളതാണ്. എല്ലാവർക്കും ഏക പ്രത്യാശയ്ക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, എല്ലാവരെയും ജാതിമത ഭേദമന്യേ വിളിച്ചിരിക്കുന്നത് ഏക പ്രത്യാശയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുകയാണ്. അതിലെ ശരീരം ഒന്നാണ്, ആത്മാവ് ഒന്നാണ്, കർത്താവ് ഒരുവനാണ്, വിശ്വാസം ഒന്നാണ്, സ്നാനം ഒന്നാണ്, എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവനാണ്. പ്രിയമുള്ളവരെ, ഇതാണ് എല്ലാം ഒന്നായിരിക്കുന്ന അനുഭവം. അതാണ് കർത്താവിന്റെ മഹാപ്രഭുവിന്റെ പ്രാർത്ഥന.
നാം ഒന്നായിരിക്കുന്നത് പോലെ നമ്മെ വിശ്വാസിക്കുന്നവർ, ഇനി ഇവരുടെ വചനം കേട്ട് ഇവിടെ സുവിശേഷം അറിഞ്ഞും അവരിലൂടെയും വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒന്നായി തീരണം എന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം എന്ന് നമുക്കറിയാം. 1-ാം നൂറ്റാണ്ടിലെ സഭകൾ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവിടെ എന്താ സംഭവിച്ചെന്ന് നമുക്കറിയാം. രണ്ടാമത്തെയായും അപ്പോസ്തലർ 2:43 വാക്യങ്ങൾ വായിച്ച് നമുക്കറിയാം. വിശ്വസിച്ചവരെല്ലാവരും ഒരുമിച്ചിരുന്നു, സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യം പോലെ പങ്കിട്ട് ദൈവകൃപ അനുഭവിച്ച് രക്ഷിക്കപ്പെട്ടവരെ ദൈവം അനുദിനവും സഭയിൽ ചേർത്തുകൊണ്ടിരുന്നു. അവരെ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് കൂട്ടായ്മ ആചരിച്ച് എന്നാണ് നാം അറിയുന്നത്. പ്രിയമുള്ളവരെ, സഭയിൽ തമ്മിലുള്ള ഐക്യമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു അനുഗ്രഹം എന്ന് നമുക്ക് ഞാനിവിടെ വരുന്ന കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടമേളിൽ ഒരു യൂണിയൻ ചർച്ചിലെ ശുശ്രൂഷ ചെയ്തിരുന്നു. വലിയൊരു അനുഭവമാണ്. കുറച്ച് ആളുകളെ ഉള്ളൂ. കുറച്ച് CSC-ക്കാരുണ്ട്, കുറച്ച് ഓർത്തഡോക്സുകാരുണ്ട്, കുറച്ച് മാർത്തോമക്കാരുണ്ട്. എന്നാൽ എല്ലാവരും എല്ലാ ആരാധനയ്ക്കും പങ്കെടുക്കും. ഒരു ഫംഗ്ഷൻ വരുമ്പോൾ 3 സഭയിലെ ബിഷപ്പന്മാരും അവിടെ ഉണ്ടായിരിക്കും. ഒരു പള്ളിക്ക് കൂദാശ നടത്തിയാൽ അന്ന് അവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ വർഷം അവർ വേറെ ഒരാളായിരിക്കും. ഇങ്ങനെ പല രീതിയിലുള്ള ജനങ്ങൾ ഒരുമിച്ച് ഇന്നും ഒരു കൂട്ടായ്മ ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സമയത്താണ് പല സഭകളും തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്കറിയാം. യേശു കർത്താവിന്റെ ദർശനം ഇതാണ്: ഈ തൊഴുത്തിലില്ലാതെ വേറെ ആടുകളുമുണ്ട്, അവയെയും ഞാൻ തേടേണ്ടതാകുന്നു. അവ എന്റെ ശബ്ദം കേൾക്കും, ഒരു ആട്ടിൻകൂട്ടവും ഒരു ഇടയനുമായി തീരും എന്ന് കർത്താവിന്റെ ദർശനമാണ് നമുക്കുള്ളത്. പ്രിയമുള്ളവരെ, ഒരു ആട്ടിൻകൂട്ടവും ഒരു ഇടയനുമായി തീരണം. നമ്മുടെ കർത്താവിന്റെ പ്രാർത്ഥന ഇതാണ്: കർത്താവേ, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചു, ഞാനും അവർ ലോകത്തിലേക്ക് അയച്ചു. എന്നാൽ അവർ കടന്നുപോയി പ്രസംഗിക്കുമ്പോൾ ചിലർ വിശ്വാസിക്കും. അങ്ങനെ നീയും ഞാനും ഒന്നായിരിക്കുന്നത് പോലെ അവരും വിശ്വസിക്കുന്ന ദൈവമക്കൾ എല്ലാവരും ഒന്നായി തീരണം, ഒരു കുടുംബമായി തീരണം, ഐക്യതയുള്ളവരായി തീരണം, ഒരു സഭയായിരിക്കണം, അവർ സമൂഹത്തിലെ സാക്ഷ്യമുള്ളവരായിരിക്കണം. അങ്ങനെ നമ്മുടെ യൂണിറ്റിയിലൂടെ, നമ്മുടെ ഐക്യത്തിലൂടെ ഒരു നല്ല സാക്ഷ്യത്തിന് വേണ്ടിയാണ് കർത്താവ് നമുക്കൊരു മാതൃക വച്ചിരിക്കുന്നത്. ഈ മാതൃക പിന്തുടരാൻ ഈ സഭയുടെ ഐക്യം ഉണ്ടായതുപോലെ ഐക്യ സംഘത്തിന്റെയും സഭയുടെയും നമ്മുടെ കുടുംബത്തിന്റെയും വ്യക്തികളുടെയും കൂട്ടായ്മയ്ക്ക് വേണ്ടിയും ഐക്യത്തിന് വേണ്ടിയും നമുക്ക് മനഃപൂർവ്വമായി ഹൃദയപൂർവ്വം നമുക്ക് പ്രയത്നിക്കാം. ഒരു വേറുപാട് വിളിക്കുന്ന ദൈവമല്ല, കൂട്ടിച്ചേർക്കുന്ന ദൈവമാണ്. ആ ഐക്യതയ്ക്ക് വേണ്ടി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനോഭാവം, പിതാവായ ദൈവത്തിന്റെ മനോഭാവം, പരിശുദ്ധാത്മാ ദൈവത്തിന്റെ മനോഭാവം, പിതാവ് സ്നേഹിക്കുന്നു, ദൈവം കർത്താവ് യേശു ക്രിസ്തു കൃപ നൽകുന്നു, പരിശുദ്ധാത്മാവ് കൂട്ടായ്മ നൽകുന്നു. ഈ ഒരുമിച്ചുള്ള ആ പ്രവർത്തനം നമ്മുടെ സഭയിലും ഉണ്ടാകട്ടെ. അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസരം കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. I
വിശ്വസിച്ചിരിക്കണമേ. രാജ്യം ശക്തി മുഖത്തു നേരിടുന്നതാകുമല്ലോ. ആമേൻ. ദൈവമേ, സകല ശുദ്ധാഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവൃത്തികളും നിങ്ങളിൽ നിന്നല്ലോ വരുന്നത്. നിന്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുവാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിക്കുവാനും ഞങ്ങളിനാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും സാധ്യതയോടും ഞങ്ങളുടെ കാലം കഴിക്കുവാനും ലോകത്തിൽ തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ യോഗ്യതകൾ മൂലം നിന്റെ അടയാളായി ഞങ്ങൾക്ക് നൽകണമേ. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണമുണ്ട് ഞങ്ങളുടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും ഭാവിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനയ്ക്ക് ചേർന്ന ക്രിയയിലും നടത്തി ശുദ്ധീകരിച്ച് ധരിപ്പാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവ് രക്ഷിതമായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഇന്ത്യ ശുശ്രൂഷയിൽ പങ്കാളികളായിരുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്ന വിശേഷം ഞങ്ങളുടെ പ്രോത്സാഹനം കുടുംബത്തിൽ ഒരു കുടുംബമായി വന്ന് പങ്കിട്ട് ഈ ശുശ്രൂഷയിൽ പാട്ടുപാടി സഹായിച്ച മക്കളെ ദൈവപ്രത്യേകം അനുഗ്രഹിക്കട്ടെ. ഇന്നും ഈ ശുശ്രൂഷയ്ക്ക് വീഡിയോ എടുത്ത് നമ്മെ സഹായിച്ച മേഴ്സി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം നന്ദി പറയുന്നു. അതുപോലെ തന്നെ പങ്കാളി കപ്പേരച്ചനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ജനറേറ്റർ ഓൺ ചെയ്തിരുന്ന പ്രിയ മകളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോയി നമ്മുടെ പത്തിലുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആരാധിക്കും കൃപ തന്ന ദൈവത്തിന് നന്ദി. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളിൽ കൂടെ ഈ ശുശ്രൂഷ കാണുകയും അതിൽ പങ്കാളികളാകുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾ എല്ലാവർക്കും ദൈവത്തെ നൽകാൻ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങൾ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നോട്ടീസായിട്ട് കൊയറിന്റെ ജില്ലാ ഇലക്ഷൻ 4-ാം തീയതി വരുന്ന മാസം 4-ാം തീയതി ഒക്ടോബർ മാസം 4-ാം തീയതി 3 മണിക്ക് മലങ്കര സഭയിൽ വെച്ച് നടക്കുന്നതായിരിക്കും കൊയറിന്റെ ജില്ലാ ഇലക്ഷൻ. അതിന്റെ ഭാരവാഹികൾ അതിൽ വന്ന് പങ്കെടുക്കേണ്ടതാണ്. സൺഡേ സ്കൂൾ യൂണിറ്റിന്റെ ഇലക്ഷൻ വരുന്ന ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം 4-ാം തീയതി രാവിലെ 11 മണിക്ക് ദേവാലയത്തിൽ വെച്ച് നടത്തുന്നതായിരിക്കും. സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് എല്ലാവരും അതിൽ പങ്കെടുക്കേണ്ടതാണ്. സിറിയൻ സഖ്യത്തിന്റെ ജില്ലാ ഇലക്ഷൻ 10-ാം തീയതി ഒക്ടോബർ മാസം 10-ാം തീയതി 10:30 മണിക്ക് രാവിലെ 10:30 മണിക്ക് മലങ്കര സഭയിൽ വെച്ച് നടക്കുന്നതായിരിക്കും എന്ന് അറിയിക്കുന്നു. ഇന്ന് വിവാദ സ്തോത്രം അർപ്പിക്കുന്ന ആളുകൾ ഒരാളോട് CJ മത്തായി, ശ്രീമതി വത്സമ മത്തായി, ശ്രീ CJ മത്തായി, ശ്രീമതി വത്സമ മത്തായി വിളിക്കും. പിറന്നാൾ സ്തോത്രം ആചരിക്കുന്ന അവരുടെ പേര് പ്രത്യേകം വായിക്കുന്നു. NM കിറ്റർ നക്കോലപ്പാട്ട്, ഈസ സൂസൻ ചെറിയ, മോഹൻ പിള്ള, മേഴ്സി ജോസ് തൊട്ടിപ്ലാക്കൽ, സ്നേഹ സൂസൻ ചെറിയ കുന്നുംപുറത്ത്, ജിനിൻ സജി വെള്ളാത്തത് എന്നിവരാണ് ഈ ആഴ്ചയിൽ പിറന്നാൾ സ്തോത്രം അർപ്പിക്കുന്നവർ. പ്രത്യേകം ഇവിടെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായി Nandi
വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ആയുസ് ദൈവത്തിന് നന്ദി പറയുവാനും ആരാധിപ്പാനും സ്തുതിപ്പാനും ഒരു അവസരം കൂടെ നീ ഞങ്ങൾക്ക് ഒരുക്കി തന്ന വലിയ കൃപയോർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഇപ്പോഴും തിരുക്കരങ്ങൾ ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. ഈ ആഴ്ചയിൽ കർത്താവേ, വിവാഹ ദിവസം കാണുന്ന പ്രിയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ശേഷം മത്തായിയും വത്സല ആൻഡീനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിലെ കഴിഞ്ഞ 45 വർഷമായി കുടുംബമായി തങ്ങളുടെ ജീവിതം നയിക്കുവാൻ അവരെ നീ സഹായിച്ചല്ലോ. അവരുടെ മക്കളെ തന്നു, മരുമക്കളെ തന്നു, കൊച്ചുമക്കളെ തന്നു. കുടുംബമായി ഇത്തരത്തോളം ആയുസ്സും ആരോഗ്യം നടത്തിയ ദൈവത്തിന് സ്തോത്രം. തുടർന്നുള്ള ജീവിതയാത്ര നീ ധന്യമാക്കണം. പൂർണ്ണ ആയുസ്സും ആരോഗ്യമുള്ള ജീവിച്ച് നിന്നെ മഹത്വപ്പെടുത്തുവാൻ, സാക്ഷ്യം വഹിപ്പാൻ, കുടുംബമായി സാക്ഷ്യം നിന്റെ മക്കളെ അവിടെ നിന്ന് സഹായിക്കണമേ. എല്ലാം നന്മ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ആഴ്ചയിൽ കർത്താവെ ജന്മദിനം ആചരിക്കുന്ന പ്രിയ മക്കളെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്നെ കീറ്റുന്നതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈസ, സൂസൻ, ചെറിയാൻ കുഞ്ഞിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മേഴ്സി ജോസ് ഞങ്ങളുടെ പ്രിയ സഹോദരി ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹ, സൂസൻ, ചെറിയാൻ പ്രിയ മകളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജിനി, സജി ഇവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പേര് പറഞ്ഞ പ്രിയ മക്കൾ എല്ലാവരെയും ഞങ്ങൾ തിരുക്കാരൻ സമർപ്പിക്കുന്നു. ആയുസ്സിലെ ഒരു സംവത്സരം കൂടെ നിന്റെ മക്കൾക്ക് കൂട്ടി തന്നു. ജീവിച്ചിരുന്ന ദൈവത്തെ മഹത്വപ്രദനായി സ്തോത്രം ചെയ്യുന്നതാണ്. അവർ പ്രവേശിച്ചിരിക്കുന്ന പുതിയ വർഷം അനുഗ്രഹത്തിന്റെ വർഷമാക്കി തീർക്കണമേ കർത്താവേ. ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരണം. അവരുടെ പ്രായത്തിനും ആവശ്യത്തിനും നന്മകൾ നൽകണം. പഠനത്തിനും ഭാഗ്യജീവിതത്തിനും കുടുംബജീവിതത്തിനും നിന്റെ കരുതലും കാവലും ഉണ്ടായിരിക്കട്ടെ കർത്താവേ. സകല നന്മ കൊണ്ട് നിറയ്ക്കണമേ. സകല അനുഗ്രഹങ്ങളാൽ നിന്റെ മക്കളെ ആശീർവദിച്ച ഓരോ ദിവസവും കൃപയാൽ കാത്തു സൂക്ഷിക്കണമേ. തിരുക്കാരൻ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധ ദൈവത്തിന് അനുഗ്രഹവും കാവലും സൂക്ഷിക്കുന്നു. പ്രിയമക്കളോടുകൂടി ഇരിക്കുമാറാകട്ടെ. കീർത്തനം 249 പാട്ടുപാടി ഒരു ചെറിയ അറിയിലൂടെ കഴിഞ്ഞ കമ്മിറ്റിയിൽ കൂടി ഒരു ചെറിയ തീരുമാനം വന്നു. 4-ാം തീയതി മുതൽ പള്ളിയിലെ ആരാധന തുടങ്ങാം. കുറച്ച് പേരെ വെച്ച് ആരാധന തുടങ്ങാം എന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു. ആ തീരുമാനം ആരെ അറിയിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉടനെ ആരാധന തുടങ്ങുവാൻ സാധിക്കില്ല. ഇപ്പോൾ നടക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കും എന്നുള്ള കാര്യവും പ്രത്യേകം അറിയിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുക. നമ്മുടെ ആളുകൾ പലരും പല സ്ഥലങ്ങളിൽ പ്രയാസത്തിലായിരിക്കുന്നു. അവരെയും നമുക്ക് കുടുംബമായി പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. കീർത്തനം 241. Shall we
ദൈവത്തിന് നന്ദി പറയാം. ആയുസ്സും ആരോഗ്യം തന്ന ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ട് വ്യക്തികളായി, കുടുംബമായി, സമൂഹമായി, സഭയായി, ദേശമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നാം ആശിക്കുന്ന നമ്മുടെ ദേശത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ ജില്ലയെ പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ കോവിഡ് വൈറസ് അധികരിച്ചുകൊണ്ടിരിക്കുന്നു. അനേകം തിരഞ്ഞെടുപ്പ് കൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സമീപത്തൊക്കെയും ആളുകൾ ആയിക്കൊണ്ടിരിക്കുന്നു. അവരെല്ലാവരെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. അനേകം ക്വാറന്റൈനിലിരിക്കുന്നു, ഐസിയുലിരിക്കുന്നു, വെന്റിലേറ്ററിലിരിക്കുന്നു. അവരെല്ലാവരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ സഭയിൽ ചിലർ ക്വാറന്റൈനിലിരിക്കുന്നു. അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിശേഷാൽ കോർമിസിനെയും അവരുടെ കുടുംബാംഗങ്ങളെല്ലാം ദൈവക്കാരങ്ങളിൽ സമർപ്പിക്കാം. ഇന്ന് അവർ ടെസ്റ്റിന് വേണ്ടി പോയിരിക്കുന്നു. ദൈവം ദോഷമായി ഒന്നും തന്റെ മക്കൾക്ക് വരാതെ പൂർണ്ണ സമാധാനത്തോട് വിടുതലോട് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് പ്രിയ മക്കളെ സഹായിക്കേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി ആ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സഭയുള്ള മറ്റെല്ലാ കുടുംബങ്ങളിലും നമുക്ക് ഓർക്കാം. കർത്താവെ, ആർക്കും തന്നെ ഒരു പ്രയാസം വരാതെ ഈ ദിവസങ്ങളിൽ ഈ മഹാരോഗം കർത്താവെ ആരും വേദനിപ്പിക്കാതെ രക്തത്താൽ മുദ്രയിട്ടുള്ളതെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സംസ്ഥാനത്തെയും അതിലെ ജനങ്ങളെ ഓർക്കാം. നമ്മുടെ ഇന്ത്യ മഹാദേശത്തിലെ ഓരോ സംസ്ഥാനങ്ങളിലും ജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദേശത്തിലെ ലോകത്തിലെ എല്ലാ ജനങ്ങളെയും നിവാസികളെയും ഇവരുടെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. കോടിക്കണക്കിന് ആളുകൾ തീരുമാനിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ലോകം വിട്ട് കടന്നുപോയി. പലരും എന്ന രോഗക്കെടുപ്പിൽ ഇരിക്കുന്നു, വേദനയോടിരിക്കുന്നു. വാക്സിൻ കണ്ടുപിടിക്കുവാൻ ശാസ്ത്രജ്ഞന്മാർ അങ്ങനെ പ്രയത്നിക്കുന്നു, പ്രയാസപ്പെടുന്നു. എന്നാൽ ഒന്നും സംഭവിക്കുന്നില്ല. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥന, കർത്താവേ, ഈ ശാപത്തിന്റെ കരം ഒന്ന് മാറ്റി നിന്റെ അനുഗ്രഹത്തിന്റെ കരം വീട്ടണമേ കർത്താവേ. ജനത്തോട് നീ മനസ്സറിയുന്ന കർത്താവേ, നിന്നെ മറന്ന ജനമാണ് കർത്താവേ. നിന്റെ നന്മ അനുഭവിച്ച ജനമാണ്. എന്നാൽ അതെല്ലാം മറന്നു, ദൈവത്തെ മറന്നു, ആരാധന മറന്നു കർത്താവെ ജീവിക്കുന്ന ജനത്തോട് നീ മനസ്സറിയണ കർത്താവെ. നിന്റെ കൃപയുള്ള കരം നീട്ടി ഈ മഹാമാരിയെ ദേശത്തോട് അപ്പുറം അവിടെ മാറ്റിക്കളയണമേ എന്ന് പൂർണ്ണമായി അവിടെ മാറ്റി സ്വസ്ഥതയോട് ജീവിപ്പാണ് കൃപ നീ തരണമെന്ന് പ്രാർത്ഥിക്കാം. ഇത് ആരുടെ ദോഷമായാലും ആരുടെ കുറവായാലും അത് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ പ്രത്യേകം ഓർക്കാം. അവർ പറഞ്ഞിരിക്കുന്ന നിയമപ്രകാരം ഗവൺമെന്റ് തരുന്ന നിയമങ്ങളനുസരിച്ച് ജീവിക്കുവാൻ കർത്താവെ ഞങ്ങളെ പ്രാപ്തരാക്കണം. ഞങ്ങൾ പോകുമ്പോഴും വരുമ്പോഴും ആരാധിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും കൂട്ടാൻ ആചരിക്കുമ്പോഴും ഒക്കെയും നീ ഞങ്ങളെ അവിടുന്ന് കാത്തുകൊള്ളണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മൾ കുടുംബമായി ദൈവക്കാരന് സമർപ്പിക്കാം. നമ്മുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കാം. സഭയിലെ എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും പേരുകളായി ഓർത്ത് പ്രാർത്ഥിക്കാം. മഹാനവശിഷ്ടനെ കുടുംബം ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ ശുശ്രൂഷകരെയും പട്ടക്കാരെയും അതുപോലെ അച്ഛന്മാരെയും ഉപദേശന്മാരെയും മിഷന്മാരെയും ഓരോ രീതിയിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. സഹോദരി സഭകളെയും അതിലെല്ലാ ശുശ്രൂഷകരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ അയൽവാസികളെ അവരുടെ ജനങ്ങളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മളുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ മഹാലോകത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ രക്ഷിക്കാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഗർഭിണികളായിരിക്കുന്നവരെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിവാഹങ്ങളുടെ നന്നെ ഭാവി ഓർത്ത് പ്രാർത്ഥിക്കാം. അനേകരുടെ വിവാഹം തടസ്സപ്പെട്ടിരിക്കുന്നു, അനേകരുടെ യാത്ര തടസ്സപ്പെട്ടിരിക്കുന്നു, പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, അന്നുള്ള അപ്പത്തിനു വേണ്ടി പോലും കാത്തിരിക്കുന്ന മക്കളുണ്ട്, ബിസിനസ് നഷ്ടപ്പെട്ടവരുണ്ട്, പല പ്രശ്നങ്ങളോട് ഞെരുക്കപ്പെടുന്ന മക്കളുണ്ട്. അവർ ഓർത്ത് പ്രാർത്ഥിക്കാം. മാതാപിതാക്കള് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പലർക്കും കിട്ടേണ്ട നന്മകൾ താമസിക്കുന്നു. അതിനെ ദൈവക്കാരൻ കർത്താവിൽ കിട്ടേണ്ട നന്മകളെല്ലാം അതിന് തക്ക സമയത്ത് ലഭിക്കുവാൻ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. ഇതിന്റെ പേരിൽ എല്ലാം തടഞ്ഞു വയ്ക്കാതെ എല്ലാം ലഭിക്കുവാൻ തക്ക ദൈവത്തിൽ പ്രാർത്ഥിക്കാം. എംപ്ലോയീസിനെ അൺഎംപ്ലോയീസിനെ അതുപോലെ തന്നെ സ്പെൻഷേഴ്സിനെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കൃഷി പണി ജീവിക്കുന്ന കൂലി പണി ജീവിക്കുന്ന പ്രിയ മക്കളെ പ്രത്യേകം ഓർക്കാം. വാർദ്ധക്യത്തിലും ബലഹീനതയിലിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. മാരകമായ ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ട് ട്രീറ്റ്മെന്റ് ആയിരിക്കുന്ന പലരും നമ്മുടെ സഭയിലുണ്ട്. നാം അറിയുന്നവരെല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹൃദയ രോഗമുള്ളവർ അനേകരുണ്ട്. അവരെല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ലങ്സിന്റെ പ്രശ്നമുള്ളവരുണ്ട്, ആസ്മയും ശ്വാസമുട്ടലുമുള്ള മക്കളുണ്ട്, കിഡ്നി പ്രയാസമുള്ള മക്കളുണ്ട്,
അവരെല്ലാവരെയും ദൈവക്കാരനെ സമർപ്പിക്കാം. പലരും തുടർന്ന് ട്രീറ്റ്മെന്റിലാണ്, പലരും അപകട അവസ്ഥയിലാണ്. അവരെല്ലാവരും ഓർക്കാം. വാർദ്ധക്യത്തിലായിരിക്കുന്ന അനേകം മാതാപിതാക്കൾ ഭവനങ്ങളിലുണ്ട്. അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരെയും ദൈവക്കാരനെ സമർപ്പിക്കാം. ആവശ്യങ്ങൾ, നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും ജീവിക്കുന്ന ദൈവത്തിന്റെ കരങ്ങൾ സമർപ്പിക്കാം. കർത്താവ് ഇന്ന് ബർത്ത്ഡേയും അതുപോലെ വെഡിങ് കാണുന്ന മക്കളെയും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ ആഴ്ചകളിൽ അത് കാണുന്ന മക്കളെ വീണ്ടും ദൈവക്കാരനെ സമർപ്പിക്കാം. നമുക്ക് ലഭിച്ച കൂട്ടായ്മയ്ക്ക് സ്തോത്രം ചെയ്യാം. സഭയിലെ കർത്തരെയും ഭരണസമിതിയിലെ അംഗങ്ങളെയും എല്ലാ പേരിലെ അംഗങ്ങളെയും ഇന്ന് ശുശ്രൂഷ സഹകരിക്കുന്ന പ്രിയ മക്കളെയും ഇത് കേൾക്കുന്ന എല്ലാവരെയും ദൈവക്കാരനെ സമർപ്പിക്കാം. എല്ലാവിധമായ പ്രയാസവും ഞെരുക്കങ്ങളും കർത്താവിനോട് പ്രാർത്ഥിക്കാം. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതും തീനോ നീ, കണ്ണോ നീരിന്റെ താഴ്വരയിൽ കൈവിടുക ഇല്ല ഞാൻ നിന്നെ, കണ്ണോ നീരിന്റെ താഴ്വരയിൽ കൈവിടുക ഇല്ല ഞാൻ നിന്നെ. പിതാവേ, ഞങ്ങൾ അങ്ങയോടൊന്ന് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നീ അവിടെ ഞങ്ങളെ കരുതുന്ന ദൈവമായിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി നിന്റെ പുത്രനെ നൽകി, നിന്റെ ജീവനെ നൽകി ഞങ്ങൾ വീണ്ടെടുത്തല്ലോ. നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനോടൊപ്പം ഞങ്ങൾ കേട്ട വചനത്തിൽ ഓർക്കുന്ന കർത്താവ്, നിന്നെ വിശ്വസിക്കുന്ന ഞങ്ങൾ എല്ലാവരും ഒന്നായിരിക്കണം, സമാധാനമായിരിക്കണം, ഐക്യമായിരിക്കണം, സൗഖ്യമുള്ളവരായിരിക്കണം എന്നെല്ലാം നീ ആഗ്രഹിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി നീ മുറിവേറ്റുള്ള കർത്താവെ, ഞങ്ങളുടെ സമാധാനത്തിന് വേണ്ടി ഞങ്ങളുടെ ശിക്ഷയെ നീ സ്വീകരിച്ച കർത്താവെ, ആ വലിയ കൃപയെ ഓർത്ത് സ്തുതിക്കുന്ന കർത്താവെ, നിന്റെ മുറിവേറ്റ കരങ്ങൾ നിന്റെ ജനങ്ങളുടെ മധ്യ നീട്ടണമേ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട കരങ്ങൾ നീട്ടണമേ കർത്താവെ, സാപത്തിന്റെ എല്ലാ കുറവുകളിലും അവിടെ നിന്ന് എടുത്തു കളയണമേ കർത്താവെ, നിന്റെ സ്നേഹത്താൽ നിന്റെ ശക്തിയാൽ നിറയ്ക്കണമേ. അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം എന്ന് വാഗ്ദത്തം ചെയ്യുന്ന കർത്താവെ, നിന്റെ ആശ്വസിപ്പിക്കുന്ന കരങ്ങൾ നീട്ടി ക്വാറന്റൈനിലിരിക്കുന്നവരെ കർത്താവെ, ഐശ്വര്യരിക്കുന്നവരെ, വെന്റിലേറ്ററിലിരിക്കുന്ന രോഗികളെ നീ സൗഖ്യമാക്കണമേ. വേറെ പലവിധമായ രോഗങ്ങളാൽ വേദന അനുഭവിക്കുന്നവരെ വിടുവിക്കണമേ. ഗർഭിണികളായിരിക്കുന്ന മക്കൾക്ക് സുഖമായ വിടുതൽ തരണമേ കർത്താവെ. വാർദ്ധക്യത്തിലും വരയിൽ നിൽക്കുന്നവരെ വിടുവിക്കണമേ. സാമ്പത്തിക ഞെരുക്കത്തിലും കർത്താവ് ലഭിക്കേണ്ടിയ നന്മകളും ലഭിക്കാത്തത് കൊണ്ടും ഭാരപ്പെടുന്ന അനേകം മക്കളുണ്ടല്ലോ കർത്താവെ. ഈ ഞെരുങ്ങുന്ന മക്കളെ നീ വിടുവിക്കണമെന്ന് കർത്താവെ. നിന്റെ കണ്ണുകളിൽ കണ്ണൊഴിക്കണമെന്ന് കർത്താവെ. അന്നുള്ള അപ്പം തന്ന് നീ ഞങ്ങളെ ഇത്രത്തോളം അത്ഭുതമായി നടത്തിയതിനായി സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ആയുസ് നിന്റെ കരങ്ങളിലാണ് കർത്താവെ. ഈ മഹാരോഗം ഞങ്ങളുടെ ഭവനങ്ങളിൽ വരാതെ രക്തത്താൽ മുദ്രയിട്ട് അവിടുന്ന് ഞങ്ങൾ എല്ലാവരും കാത്തു സൂക്ഷിക്കണമേ. പോകുമ്പോഴും വരുമ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ കർത്താവെ. നിന്റെ രക്തപൂർണ്ണങ്ങൾ ഞങ്ങളെ മറയ്ക്കണമേ. നിന്റെ ഉള്ള കൈയിൽ ഞങ്ങൾ വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ലോകത്തിൽ യാത്ര തുടങ്ങുമ്പോൾ ഞങ്ങളുടെ എല്ലാ ഭയത്തിനും ഞങ്ങൾ വിട്ടുനിൽക്കണം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറയുന്ന വാർത്തത്വത്തെ ഞങ്ങൾ ഓർക്കുന്ന കർത്താവെ. അന്തിവരെയും ഞങ്ങൾ കാത്തുകൊള്ളണം. തിരുക്കരം വിളിച്ച് നടത്തണം. ജീവിതയാത്രയിൽ പതറിപ്പോകാതെ, ഓളങ്ങൾ കണ്ട് കഷ്ടങ്ങൾ കണ്ട് തളർന്നു പോകാതെ ഞങ്ങളെ നീ നിർത്തണം, ശക്തീകരിക്കണം കർത്താവെ. എന്നെ ശക്തനാം മുഖാന്തരം സകലത്തിൽ ഞാൻ മതിയാവുമെന്ന് പറയുവാൻ തക്കണം. ഞങ്ങളെല്ലാവരെയും പ്രാർത്ഥന എല്ലാവരെയും നീ കാത്തുകൊള്ളണം കർത്താവെ. കോർണേഴ്സിനെ കോർണേഴ്സ് സഹോദരി കുടുംബത്തിൽ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ജീവിതത്തിൽ എന്നും ഒരു അത്ഭുതത്തിന്റെ ദിവസമാക്കി തീർക്കണം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എല്ലാവരെയും ഇങ്ങനെ അനുഗ്രഹിക്കണം കർത്താവെ. അവിടുന്ന് മനസ്സിലുള്ള ദൈവമായിരിക്കും. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം ചെയ്യും. മഹത്വം എടുക്കണമേ. തിരികെ പോലെ നയിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം ചെയ്ത എല്ലാ നന്മകളെയും മനഃപൂർവ്വം നമുക്ക് ഓർക്കാം. ആയുസ് തന്ന ദൈവത്തിന് നന്ദി പറയാം. സകല അനുഗ്രഹം ഓർത്തുകൊണ്ട് പൊതുവുള്ള സ്തോത്രം നമുക്ക് ഒരുമിച്ച് ചെയ്യാം. എല്ലാത്തിനും
ഈ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2-3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവിടെ അപേക്ഷയ്ക്ക് പ്രകാരം നൽകുമെന്ന് വാഗ്ദാനവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുവാൻ വണ്ണം നിവൃത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനവും ഞങ്ങൾക്ക് നൽകണമേ. ആശീർവാദത്തിനായി നമ്മുടെ തലകളെ ഉണക്കാം. ദൈവത്തിന്റെ കരുണയുടെ കൃപയിലും കാവലിലും ഞങ്ങൾ നിങ്ങളെ പരമേൽപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുടെ സംരക്ഷണത്തിനായ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നമ്മെല്ലാവരുടെ കൂടെയും ഇരിക്കുമാറാകട്ടെ. മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ ലഭിച്ച അനുഗ്രഹത്തിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യും. കർത്താവേ, ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഇതാ ഞങ്ങൾ ലോകത്തിലേക്ക് പോകുന്നു, ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകുന്നു. കർത്താവ്, ഞങ്ങളുടെ ജീവിതയാത്രയിൽ കൂടെ ഇരിക്കണമേ. മടങ്ങി വരുന്നതുവരെയും നിന്റെ കൃപയിൽ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് അയക്കണമേ, മഹത്വമെടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടുകൂടെ പോകാം.